സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാരായണിയും വൃന്ദയും ഗിരിയുമെല്ലാം അനൂപിൻ്റെ നിശ്ചയത്തിനായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. നാരായണി വൃന്ദയുടെയും ഗിരിയുടെയും കൂടെ വന്നേക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് പുറത്തറിയിക്കാതെ വാ കയറുന്നൊക്കെ പറഞ്ഞ് അവരുടെ മര്യാദ കാണിച്ച് അവരെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നാരായണി പതുക്കെ പുറകെ പോകുമ്പോൾ ബാലഗോപാലൻ അമ്മാവൻ എൻ്റെ ഇടയിൽ അവളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, വാ കയറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരം ആക്കിയ ചിരിയൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ നാരായണിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ നിശ്ചയം കാണുമ്പോഴുള്ള വിഷമത്തിനേക്കാൾ കൂടുതൽ വിഷമം തോന്നുന്നത് ഈ ബാലഗോപാലൻ അമ്മാവനെ കാണുമ്പോഴാണ്. അതായത് ഒരു കഴുകൻ്റെ ചിരിയാണ് അയാൾക്ക്. എൻ്റെ അമ്മയെ കുത്തി വലിച്ച ഒരു കഴുകൻ തന്നെയാണ് അയാൾ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അങ്ങനെ ഹരിത ായിട്ട് ഒരുങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരും വരുന്നു. ഹരിതയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ എല്ലാവരും എത്തി, അനൂപും അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബാലഗോപാലൻ അമ്മാവനും എത്തിയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു ഇഷ്ടക്കേടോടുകൂടി നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണിയാണ് എന്ന് പറയുമ്പോൾ അവളെന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ആവട്ടെ, വരട്ടെ, നിൻ്റെ നിശ്ചയം നടക്കുന്നത് അവൾ കാണട്ടെ, അപ്പോൾ അവൾക്ക് സമാധാനം ആയിക്കോളും എന്നൊക്കെ അവർ സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനൂപിൻ്റെ അമ്മയും ഇവിടെ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അതിസുന്ദരിയായിട്ടുണ്ടല്ലോ മോളെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാം നല്ല മംഗളമായി തന്നെ നടക്കും, മോള് ധൈര്യമായിട്ട് ഇരിക്കും, നാരായണി വന്നെന്ന് വെച്ച് ടെൻഷനൊന്നും ആവണ്ട, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അനൂപിനെ നിശ്ചയം നടത്തുന്ന സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അനൂപ് വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, വിഷമിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. നാരായണിയും ഗിരിയും വൃന്ദയും എല്ലാവരും സമീപത്തുണ്ട്. അതുപോലെ ബാലഗോപാലൻ അമ്മാവനും അങ്ങനെ അനൂപിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും തന്നെ അവിടെ സമീപത്തുണ്ട്. അപ്പോൾ നാരായണി വളരെയധികം വിഷമിച്ചാണ് നിൽക്കുന്നത്, മനസ്സ് തകർന്നു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നാരായണിയുടെയും അനൂപിൻ്റെയും മുഖത്തെ ഭാവങ്ങളൊക്കെ വൃന്ദയും ബാലഗോപാലൻ അമ്മാവനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബാലഗോപാലൻ അമ്മാവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പെൺകുട്ടിയെ വിളിക്കാറായില്ലേ, വേഗം വിളിക്ക്, അനൂപ് ഇരിക്കുന്നത് കണ്ടില്ലേ, ആ പെൺകുട്ടി എത്ര പെട്ടെന്ന് തന്നെ വിളിച്ച് ഹരിതമോളെ അടുത്തിരുത്ത്, എന്നിട്ട് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നാരായണിയെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ വിഷമിപ്പിച്ച് സംസാരിക്കുകയാണ്. ഹരിതയാണെങ്കിലും ഒരുങ്ങി ഇറങ്ങി വരികയാണ്. അപ്പോൾ നാരായണിക്ക് അത് കാണുമ്പോൾ വളരെയധികം വിഷമമാകുന്നുണ്ട്. പക്ഷേ കടിച്ചമർത്തി സഹിച്ചു തന്നെ നിൽക്കുകയാണ് നാരായണി. ആർക്കും ഒരു സംശയം തോന്നരുതല്ലോ എന്ന് കരുതി മാത്രമാണ് വന്നിരിക്കുന്നത്. എനിക്കിതെല്ലാം താങ്ങാനുള്ള ഒരു കഴിവ് ദൈവമേ നീ എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് നാരായണി. അനൂപിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാരായണിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരിത വന്ന് അനൂപിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അധികം വൈകാണ്ട് തന്നെ അമ്മാവൻ പറയുന്നുണ്ട്, ഇനി അധികം താമസമൊന്നും വേണ്ട, നടത്തിക്കോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ അനൂപിനോട് ഹരിതയുടെ വിരലിൽ മോതിരം അണിഞ്ഞു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ നാരായണിയാണെങ്കിൽ ആ ടൈമിൽ നല്ല രീതിയിൽ തന്നെ താലിയിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് ഹരിതയുടെ വിരലിൽ മോതിരം അണിയാൻ വേണ്ടി നോക്കുമ്പോൾ ഹരിതയെ കാണുമ്പോൾ നാരായണിയെ കൂട്ട് തോന്നുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഹരിതയുടെ വിരലിൽ മോതിരം അണിഞ്ഞു കൊടുക്കുന്നു. നാരായണിയെ കൂട്ട് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നോക്കുമ്പോൾ നാരായണിയല്ല, അത് ഹരിതയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അതിനുശേഷം ഹരിത തിരിച്ച് അനൂപിൻ്റെ വിരലിലും മോതിരം അണിയുകയാണ്. അപ്പോൾ ടെൻഷൻ കൊണ്ട് അനൂപിൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും മോതിരമാറ്റം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ബാലഗോപാലൻ അമ്മാവൻ ഭയങ്കരമായ ശബ്ദത്തോടു കൂടി തന്നെ പൊട്ടിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ചിരിക്കുമ്പോൾ ബാലഗോപാലൻ അമ്മാവൻ്റെ അച്ഛൻ, അതായത് അനൂപിൻ്റെ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഹരിതമോള് അവൻ്റെ കൈകളിൽ, അതായത് വിരലിൽ മോതിരം ഇട്ടപ്പോൾ അവൻ്റെ ടെൻഷനും വിറവലും കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു സന്ദർഭം കഴിഞ്ഞു തീരുന്നു. അവൻ പറയുകയാണ് ഹരിതയോട്, മോളെ ഇനി ഒരു കംപ്ലൈൻറ്റും പാടില്ല, അനൂപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, ഒന്നും പറയാൻ പാടില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെ പകുതി കല്യാണമാണ് കഴിഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതോടുകൂടി ഇനി നിനക്കുള്ളതാണ് അവൻ, അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് ഇരിക്കും, ഇനി നിൻ്റെ സ്വന്തമാണെന്നൊക്കെ നാരായണി പറയുകയാണ്. നാരായണിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. നാരായണി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഒരു സ്ഥലത്ത് മാറി ഇരുന്ന് പോയി കരയുന്നുണ്ട്. അപ്പോൾ തന്നെ വൃന്ദ പുറകെ വന്നിട്ട്, എന്താ നീ ഇവിടെ ഇരിക്കും, നീ കരയുമായിരുന്നു എന്ന് നോക്കിയപ്പോൾ, കരയണ എന്തിനാ, ഞാൻ കരഞ്ഞതൊന്നുമല്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ, നിനക്ക് ഇപ്പോഴും അനൂപേട്ടനോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുമ്പോൾ, വൃന്ദ നീ എന്നെ കുത്തി നോവിക്കാൻ വേണ്ടി വന്നതാണോ, നീ വിചാരിക്കുന്ന ഒന്നുമില്ല, എനിക്ക് അവിടെയുള്ള മിക്കവരും എൻ്റെ ശത്രുക്കളാണ്, എൻ്റെ അച്ഛനും അമ്മേനെയും കൊന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ബാലഗോപാലൻ അമ്മാവനൊക്കെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ മാറി നിന്നത്. അപ്പോൾ നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നീ എന്നെ സന്തോഷിപ്പിക്കേണ്ട ആളാണ്, നിനക്ക് വേണ്ട കഥകളും നോവലൊക്കെ പറഞ്ഞു തന്ന് എഴുതി തരുന്ന എന്നോട് നീ ഇങ്ങനെ തന്നെ വേണം, നീ കൂടുതൽ എന്നെ വിഷമിപ്പിക്കാൻ വന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കി, നിനക്ക് ഞാൻ കഥ എഴുതി തരില്ല. അപ്പോൾ പറയുമ്പോഴേക്കും വൃന്ദ പെട്ടെന്ന് ഞെട്ടുകയാണ്.
പറയുകയാണ്, നീ എന്തിനാണ് അതിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിൻ്റെ സങ്കടം കണ്ടപ്പോൾ നീ എന്താണെന്നൊന്ന് അന്വേഷിച്ചതല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഗിരിയും അവിടെ എത്തുകയാണ്. അപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവളുടെ ടെൻഷനും സങ്കടമൊക്കെ കണ്ടിട്ട് ഞാൻ എന്താണെന്ന് ചോദിക്കാമെന്നാണ്. പക്ഷേ അനൂപേട്ടൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടുകൂടി ഇവൾ കൂടുതൽ ദേഷ്യമായിട്ടിരിക്കുകയാണ്. ഏട്ടൻ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വാ എന്നും പറഞ്ഞിട്ട് വൃന്ദ അവിടെ നിന്ന് വേഗം സ്ഥലം വിടുകയാണ്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, എനിക്കറിയാൻ വളരെ വിഷമമായിട്ടുണ്ടാവും. നാരായണി ഒന്ന് ഓർത്ത് നോക്കി അനൂപിന് എത്രമാത്രം വിഷമം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ നാരായണി പറയുന്നത്, അത് എനിക്കറിയാം, ഒരുപാട് സഹിച്ചാണ് അനൂപേട്ടൻ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അതിനു വേണ്ടി തന്നെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സ് ഒരുപാട് തകർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ രാത്രി അങ്ങനെ എഴുന്നേറ്റ് നടക്കാറുള്ളത്. കാരണം ഞാൻ വിഷമിക്കുന്നതിൻ്റെ ഒരുപാട് ഇരട്ടിയായിട്ട് എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ഏത് ഡോക്ടറിനെ പോയി കണ്ടിട്ടും ഒരു കാര്യം സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നതാണ് കാണിക്കുന്നത്.